ഗായ്സ് നമസ്കാരം. ക്രിയേറ്റീവ് ലൈഫ് വ്ലോഗ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞാൻ വീണ്ടും വന്നേക്കുന്നത് കോട്ടൂർ ഈക്കോ ടൂറിസം. ഞാൻ നേരത്തെ ഇതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമ്മളെ ആനയുടെ എലിഫന്റ് ആനയുടെ നമുക്ക് ആക്ടിവിറ്റീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടാൻ സാധിച്ചില്ല. പക്ഷേ ഈ പ്രാവശ്യം അതിന്റെ ആക്ടിവിറ്റീസും അത് കുളിക്കുന്ന സ്ഥലവും ഫുഡിന്റെ രീതിയും എല്ലാം ഈ വീഡിയോസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓൺലി ആനയുടെ ആക്ടിവിറ്റീസ്, ആനയും വിത്ത് ആനപ്പപ്പൻ എന്നും കൂടെ വിചാരിച്ചോളാം. അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ആണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. കണ്ടു നോക്കുക, ഏവർക്കും ഇഷ്ടപ്പെടും. ആന ഇഷ്ടപ്പെടാത്തവർ ആരും ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. അതും കണ്ടു നോക്കൂ. അതിന്റെ കണ്ടിന്യൂഷനാണ് ഇത്. ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. ഇത് എവിടെ വരുന്ന വെച്ചാൽ കോട്ടൂർ കപ്പുക്കാട് റോഡ് മണ്ണൂർക്കര എന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. നല്ല രസമുള്ള സ്ഥലമാണ്. ഇതിന്റെ ഈ ആനയെ കുറിച്ച് അടുത്ത ഒരു പുള്ളി ഗൈഡ് ഉണ്ടായിരുന്നു. ആ ഗൈഡ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആന കുളിക്കുന്ന സ്ഥലത്താണ് നമ്മൾ വന്നേക്കുന്നത്. അന്ന് പോയ പ്രാവശ്യം ഇതൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ പോയതുകൊണ്ട് നമുക്ക് ഈ ആന കുളിക്കുന്നതും പിന്നെ അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നും ആ രീതികളൊക്കെ നമുക്ക് ഇന്ന് ഈ പ്രാവശ്യം ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറേ പേർ ഫോറിനേഴ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അവരൊക്കെ രാവിലെ പോയാൽ ഇതൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഏർലി മോർണിംഗ് വരുന്നത്. മറ്റുള്ള കുഞ്ഞു ആനകളൊക്കെ വന്ന് കാട്ടിലേക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വലിയ വലിയ ആനകളുടെ ഇപ്പം അത് 1 മണിക്കൂറുണ്ട്. ഏകദേശം 9-9:30 9:15 പോവുകയാണെങ്കിൽ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും. 9:15 മുതൽ ഏകദേശം 1 മണിക്കൂറാണ് ഇതിന്റെ കുളിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഒരു ആനയുടെ പേര് മനു എന്നാണ്. ഇന്ന് ആനയുടെ പേര് സോമൻ, ഇന്നൊരു പേര് ശശി എന്ന രീതിയിലാണ് ഈ പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാ പേരും എനിക്ക് ഓർമ്മയില്ല. ആകെ മൊത്തത്തിൽ 16 ആനകളാണ് ഇപ്പം ഉള്ളത്. ഇനി 50 ആനകൾ വരാനുണ്ടെന്നാണ് അവർ പറയുന്നത്. കാരണം ഇപ്പം ഈ റിസോർട്ട് പോലൊക്കെ അകത്തുള്ളിലൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ്. ഓപ്പൺ ആക്കിയിട്ട് ഇപ്പം കുറച്ച് വർഷങ്ങൾ ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള കാലങ്ങളിൽ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു 1 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇവിടെ റിസോർട്ടൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഈ റിസോർട്ടിൽ താമസിച്ച് നമുക്ക് ഒരു ദിവസം ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ആംബിയന്റ് ആണ്. മരങ്ങളും കാഴ്ചകളും ഒക്കെ കാണാനായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും. നല്ലൊരു ശബ്ദമാണ്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ആന മേളിൽ ഇരുന്നിട്ട് നടന്ന് താഴേക്ക് വരുന്നത് ഞാൻ കണ്ടത്. പെട്ടെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ നിന്ന് മാറി നിൽക്കാൻ. കാരണം അടുത്തുനിന്ന് നമുക്ക് എന്തായാലും നമുക്കടുത്ത് നിൽക്കുമ്പോൾ പേടിയാവും. അപ്പം നമുക്ക് അടുത്ത് നിന്നൊക്കെ നമുക്ക് അത്ര വലിയ ഇതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുന്നത് പറയാൻ പറ്റില്ല. ആനപ്പപ്പനടുത്ത് ഇരുന്നാലും അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് കുറച്ച് പേടിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് നിങ്ങൾ ചാഞ്ചാടി ആടിയൊക്കെയാണ് വരുന്നത്. എന്തോ പാട്ടിട്ട് കൊടുത്ത പോലെയാണ് അത് ഓടി വരുന്നത്. നല്ല സ്പീഡിലാണ് അത് ഓടി വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ആനതോ പോയി. ഇനി നമ്മൾ അതിൻ്റെ ബാക്കിൽ ഞാൻ പോകുന്നുണ്ട്. കാരണം എന്നാലേ നമുക്കത് കുളിക്കുന്ന ആദ്യം മുതൽ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് താഴോട്ട് ഇറക്കുന്നത്, വെള്ളത്തിലേക്ക് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് പിന്നിലേക്ക് തന്നെ ഞാൻ വെച്ച് പിടിച്ചു. ഇടയ്ക്ക് ചേച്ചി എന്ന് ചോദിച്ചു ബോട്ടിങ് പോകുന്നുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു ഈ സംഭവമാണ് നമുക്ക് മെയിൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി ബോട്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ബോട്ടിങ് പോയിട്ടില്ല.
പിന്നെ പെഡലിനായിട്ടുള്ള ബോട്ടിങ് മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യുന്നത്. മറ്റേ മോട്ടറിൽ വരുന്ന ബോട്ടിംഗ് ഒന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് ഞാൻ പോയില്ല. ഇനി നമുക്ക് ഇതിൻ്റെ രീതി ഒന്ന് നോക്കാം. പക്ഷെ ആ ചെയ്യുന്ന രീതികൾ ഒരുപാട് വെൽ ട്രെയിൻഡ് ആണ്. ഈ ആനയും ശരി, ആനപ്പാപ്പൻ ശരി, അവരുള്ള കമ്മ്യൂണിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് വെൽ ട്രെയിൻഡ് ആണ്. കാരണം എങ്ങനെ ഇറക്കുന്നു, കാരണം സാധാരണ റോട്ടിൽ പോകുന്ന രീതിയല്ല ഈ കാലിൽ ചങ്ങലൊക്കെ കെട്ടിയിരിക്കുന്നേ. അപ്പം താഴോട്ട്, കാരണം ഈ കാലിൽ ഒരു പിടിവള്ളി ഇല്ലെങ്കിൽ ആള് ഇഷ്ടത്തിൽ തോന്നിയ മാസം പോലെ അങ്ങ് പൊയ്ക്കോളും. അപ്പം ആ ഒരു പറ്റത്തില്ലല്ലോ, കാരണം നമ്മളെല്ലാവരും നിൽക്കുകയല്ലേ. അപ്പം ടൂറിസം മറ്റുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ അത് വൺ ഡേഞ്ചറാണ്. അതുകൊണ്ട് അവർ ആ ചെയ്യുന്ന രീതികൾ വളരെ ശരിയായിട്ടുള്ള രീതികളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പം ആനപ്പപ്പാനും ശരി, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് പറഞ്ഞാൽ ഗൈഡുകളുണ്ടല്ലോ, അത് പ്രത്യേകിച്ച് പറയണം കേട്ടോ. ഈ ഗൈഡ് നല്ല രീതിയിലാണ് എല്ലാവരോടും നല്ല കോപ്പറേറ്റാണ് ചെയ്യുന്നത്. അവർ അത്രയും വെയിലത്ത് നിന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതികളായാലും ശരി, നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ ഒരു ആനയുടെ പേര്, ആന എവിടെയൊക്കെ നിൽക്കുന്നു, എങ്ങോട്ടൊക്കെയാണ് നമ്മൾ പോകേണ്ടത് എന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ടാണ് അവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ലേഡിയുണ്ട്, അല്ല ജെന്നുണ്ട്. ബോത്ത് ആർ വെരി പെർഫെക്റ്റ്ലി ആണ് അത് പറഞ്ഞു തരുന്നത്. അത് നമുക്ക് അത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യത്തിൽ അവിടെ ഞാൻ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല ഗൈഡ് ചെയ്യുന്ന വ്യക്തികളാണ് അവരൊക്കെ. നമ്മുടെ ഇതിൻ്റെ കുളികളൊന്ന് നമുക്ക് നോക്കാം. പിന്നെ നടന്ന് അടുത്ത ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ആനപ്പാപ്പൻ വന്ന് ആനയ്ക്ക് വലിയ ഉരുള സൈസിൽ, അറിയാമല്ലോ, വലിയ സൈസിൽ ഫുഡ് ഉണ്ടാക്കി. ചോറാണ്, ചോറും പിന്നെ എൻ്റെ കൂടെ എന്തൊക്കെയോ വെജിറ്റബിളും മുട്ട ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ട് മാറി ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കാനായിട്ട് പറഞ്ഞു. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴാണ് ആനയുടെ ഈ നഖങ്ങളൊക്കെ ക്ലിയർ ചെയ്ത്, കാലിലുള്ള നഖങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പോളിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പോളിഷിങ് തെറ്റിദ്ധരിക്കരുത്, ശരിക്കും അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഭാഷയിലെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആരിയ്ക്കുന്നുണ്ടിരുന്നപ്പം അവരും അവിടെ നിൽക്കേണ്ട ഫ്രണ്ട് കുറച്ച്, കാരണം ഓരോരോ ഭാഗങ്ങൾ ഈ കണ്ണ് വരുന്ന രീതിയിൽ നിന്ന് അതിൻ്റെ ശല്യം ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. ഇത് തന്നെയാണ് ഏകദേശം ലാസ്റ്റൊക്കെ വന്ന വീഡിയോസൊക്കെ ഉള്ളത്. മറ്റാനകളൊക്കെ കാട്ടിലേക്ക്, കുഞ്ഞാനകളൊക്കെ കാട്ടിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു. ഇത്തരമുള്ള എൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി ഞാൻ തിരിച്ചു വരാം. അപ്പം ഏവർക്കും ടേക്ക് കെയർ, ഹാപ്പി, എൻജോയ്. ഓക്കെ.